കാഞ്ചന. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? ആഹാ, ആരേത്? സ്വയംപ്രഭയോ? കണ്ടിട്ട് ഒരുപാട് നാളായല്ലോ. എവിടെയായിരുന്നു? ഞാൻ ലീവായിരുന്നു. അമ്മയ്ക്ക് അസുഖം വന്ന് ആശുപത്രിയിലായിരുന്നു. അങ്ങനെ ഒരു അത്യാവശ്യം വന്നപ്പോ ലീവ് തന്നതാരാ? സാറ്. ഞാനല്ല, കേരള സർക്കാർ. സർക്കാർ അതിന്റെ ഒരു ജീവനക്കാരിക്ക് അവരുടെ അത്യാവശ്യത്തിന് ലീവ് തന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ സർക്കാരിന് ചെയ്യുന്ന സേവനങ്ങൾക്ക് പകരമായി നിങ്ങളുടെ ചെറിയ ചെറിയ ആവശ്യങ്ങൾ സർക്കാർ സമ്മതിച്ചിരുന്നു. അതിനു പകരമായി നിങ്ങൾ എന്ത് ചെയ്യണം? 3 നേരം മൂക്കുമുട്ട തിന്നാനും റിട്ടയർ ചെയ്ത് കഴിഞ്ഞാലും പെൻഷൻ വാങ്ങി ഇങ്ങനെ മലർന്നു കിടന്ന് സുഖിക്കാനും ഒക്കെ ഉള്ള അവസരം തരുന്ന സർക്കാരിന് വേണ്ടി നാട്ടിലെ പൊതുജനങ്ങൾക്ക് വേണ്ടി നന്മ ചെയ്യണം. ഞാൻ നന്മ ചെയ്യാറുണ്ട് സാർ. അറിയാം. കാഞ്ചന, ഈ ക്രിസ്മസ് എന്നാണ് ഡിസംബർ 25-ാം തീയതി. അന്ന് സർക്കാർ ഓഫീസൊക്കെ അവധിയല്ലേ? അതെ. ആണല്ലോ. അതെ. അപ്പൊ പിന്നെ എങ്ങനെയാ ഗോവിന്ദന്റെ കൈവശ അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്? അല്ല സാർ, ക്രിസ്മസിന് കൊടുക്കാന്ന് പറഞ്ഞ ഞാനല്ല, പിന്നെ ശിശുപാലൻ ചേട്ടനാ. ഓഹോ, ശിശുപാല, ഇവിടെ വരൂ. അത് മാറ്റൂ. നേരെ നോക്കൂ, കൈ നേരെ വയ്ക്കൂ, എന്റെ മുഖത്തേക്ക് നോക്കൂ. ഇവിടെ എന്താണ് ജോലി? സാർ, പിന്നെ പ്യൂണിന്റെ ജോലി ചെയ്താൽ മതി. ആഫീസറുടെ ജോലി ആഫീസർ ചെയ്തോളും. ഈ ആഫീസ് പ്രവർത്തിക്കുന്നതും ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്. മനസ്സിലായോ? സാർ, ഇങ്ങനെ പറയാൻ എന്താ ഉണ്ടായത്? ഗോവിന്ദൻകുട്ടി, ഒരു കൈവശ അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ അപേക്ഷയോടൊപ്പം എന്തൊക്കെ വേണം? കാഞ്ചന സാറ് പറയൂ. അസൽ ആധാരം, അതിന്റെ കോപ്പി, കരം അടച്ച റെസിപ്റ്റ്, അപേക്ഷ, അത്രയും മതി. ഈ ഗോവിന്ദൻ എന്ന അപേക്ഷയുടെ കൂടെ ഇതൊക്കെ ഉണ്ടായിരുന്നോ? ഒരു പൊസഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്ന സമയപരിധി എത്രയാണ്? 3 ദിവസം. ഗോവിന്ദൻകുട്ടി അപേക്ഷ തന്നത് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ്. വെള്ളി, ശനി, തിങ്കൾ, ഇന്ന് 3-ാം ദിവസമല്ലേ? അതെ. അപ്പോ ചട്ടപ്രകാരം ഇന്ന് ആ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടതല്ലേ? അതുകൊണ്ടല്ല സാർ, തിരക്ക് കാരണം പറ്റാത്തതാ. പ്രഭ ലീവായിരുന്നല്ലോ. പ്രഭ ലീവായപ്പോ ഇത്ര താമസം. അപ്പോ പ്രഭ മരിച്ചു വരുന്നെങ്കിലോ? പറയൂ. ഇന്ന് കൊടുക്കാനുള്ള ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങാൻ ഒരാൾ വന്നപ്പോ അയാളോട് പറയാ ക്രിസ്മസിന് വാ. അത് പറയാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു? ഗോവിന്ദൻകുട്ടിയുടെ സർട്ടിഫിക്കറ്റ് എഴുതി ഉണ്ടാക്കി 1 മണിക്കൂറിനകം എന്റെ മേശപ്പുറത്ത് കൊണ്ട് വെച്ചില്ലെങ്കിൽ കാഞ്ചനയായാലും സ്വയംപ്രഭയായാലും വിവരം അറിയും. മനസ്സിലായോ? സാർ, ഗോവിന്ദൻകുട്ടി പോയി ഒരു ചായ കുടിച്ചിട്ട് വരും. അപ്പോഴേക്കും സർട്ടിഫിക്കറ്റ് ശരിയായിരിക്കും. വലിയ ഉപകാരം സാർ. സാർ, ഇത് മോശമാണ്. ഏത്? പുറത്തുനിന്ന് വരുന്നവരുടെ മുന്നിൽ വെച്ച് ഞങ്ങളോട് ഇങ്ങനെ പെരുമാറിയാൽ ആളുകൾക്ക് ഞങ്ങളെ ഒരു വില ഉണ്ടാവോ? ഇന്ന് രാവിലെ ഗോവിന്ദൻകുട്ടി വന്നപ്പോ സർട്ടിഫിക്കറ്റ് കൊടുത്തിരുന്നെങ്കിൽ കാഞ്ചനയ്ക്ക് ഒരു വിലയുണ്ടായേനെ. അങ്ങനെയാണ് വില ഉണ്ടാക്കേണ്ടത്, ആളുകളെ ഉപദ്രവിച്ചിട്ടല്ല. ശിശുപാല, ഇവിടെ വരൂ. എന്താ സാർ? ഈ വില്ലേജ് ഓഫീസ് എന്ന് പറയുന്നത് തന്റെ അച്ഛന് സ്ത്രീധനം കിട്ടിയതല്ല, ഇതൊരു പൊതുമുതലാണ്. എന്താ ശിശുപാലൻ ചേട്ടാ, എന്താ സാർ പറഞ്ഞത്? അത് അച്ഛന് സുഖമാണോന്ന് ചോദിക്കായിരുന്നു. അല്ല, അച്ഛൻ മരിച്ചിട്ട് 5-6 കൊല്ലായി. സാറ് മറന്നുപോയി കാണും. ഹലോ,
അതെ. ആ നമസ്കാരം സാർ. ഉവ്വ്. ആ അത് കുഴപ്പമില്ല സാർ, പറഞ്ഞു വിട്ടാ മതി. ഞാൻ വേണ്ടത് ചെയ്തോളാം. അല്ലല്ല, ഇവിടെ കാലതാമസം ഉണ്ടാവില്ല. അയാളുടെ പേരെന്തെന്നാ പറഞ്ഞത്? കമലാസനൻ. കമലാസനൻ. അയ്യോ, ആരാ ഇത്? കമലാസൻ ചേട്ടനോ? നമസ്കാരം ചേട്ടാ. എന്താ ഈ വഴിക്ക്? എന്താ എനിക്ക് ഈ വഴി വന്നൂടെ? അല്ല, വരുന്നതിന് കുഴപ്പമില്ല. അല്ല, കമലാസനം ചേട്ടനെ പോലുള്ളവർ സാധാരണ വില്ലേജ് ഓഫീസിലല്ല പോലീസ് സ്റ്റേഷനിലല്ലേ കാണുന്നത്? വന്നത് എന്തിനാണാവോ? കരമടച്ച റെസീറ്റിനായിരിക്കും. പക്ഷേ കമലാസൻ ചേട്ടന്റെ പേരിൽ ഭൂമിയില്ലല്ലോ. സ്വന്തമായിട്ട് ഭൂമിയില്ലാത്തവർക്ക് കരമടയ്ക്കാൻ പറ്റില്ല. എന്താ ശിശുപാല? ആ സാർ, ഞാൻ കമലാസൻ ചേട്ടനോട് ഓരോ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു. ആളെ അറിയില്ലേ? ഇല്ല. കമലാസൻ ചേട്ടൻ ഞാൻ ഡെപ്യൂട്ടി തഹസീൽദാർ രാജേന്ദ്ര സാറിനെ കണ്ടു. എന്റെ അടുത്ത ആളാ. ആ രാജേന്ദ്ര സാർ വിളിച്ചിരുന്നു. കടലാസ് കൊണ്ടുവന്നിട്ടുണ്ടോ? ഉണ്ട്, ഇതാ. ആ ഇതെന്താ സാറേ കാര്യം? ആ ശിശുപാലൻ ഇല്ല. അറിഞ്ഞില്ല? എന്റെ അച്ഛൻ 1 മാസം മുമ്പ് മരിച്ചുപോയി. അതിന്റെ കുറച്ച് കടലാസൊക്കെ ശരിയാക്കാനുണ്ടായിരുന്നു. അതിപ്പോ മരണ സർട്ടിഫിക്കറ്റിനാണെങ്കിൽ പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് വാങ്ങണം. അതൊക്കെ വാങ്ങിയിട്ടുണ്ട്. പ്രശ്നം അതല്ല, അച്ഛന്റെ പേരിൽ കുറച്ച് ഭൂമിയുണ്ട്, ബാങ്കിൽ കുറച്ച് കാശും. അത് കിട്ടണമെങ്കിൽ ഒരു പിന്തുടർച്ച അവകാശ സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞു. താലൂക്ക് ഓഫീസിൽ അപേക്ഷിക്കേണ്ടത്. താലൂക്കിൽ അപേക്ഷിച്ചു. അവർ ചോദിച്ച കടലാസുകളൊക്കെ ശരിയാക്കി കൊടുക്കുകയും ചെയ്തു. അപ്പോഴാ രാജേന്ദ്രൻ സാർ പറഞ്ഞത് വില്ലേജ് ഓഫീസിൽ നിന്ന് എന്തോ ശരിയാക്കാനുണ്ടെന്ന്. നിങ്ങളുടെ അച്ഛൻ നിങ്ങളുടെ അമ്മയെ വിവാഹം കഴിച്ചത് നിയമപ്രകാരമാണോ? അതൊന്ന് ചോദ്യമാ സാറേ. നിയമപ്രകാരം അല്ലാതെ വിവാഹം കഴിക്കാൻ പറ്റുമോ? നിങ്ങളുടെ അച്ഛന് വേറെ ഏതെങ്കിലും സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നു? ആ ബന്ധത്തിൽ മക്കൾ വലുതും? ഡേയ്, മാന്യമായി സംസാരിക്കണം. ഞാൻ ആരാണെന്നോ എന്റെ അച്ഛൻ ആരാണെന്ന് തനിക്കറിയില്ല. വില്ലേജ് ഓഫീസിൽ കയറി വന്ന് വില്ലേജ് ഓഫീസർ വരട്ടുന്നോ? താനാണ് തന്റെ അച്ഛന്റെ അവകാശി എന്ന് എനിക്ക് ബോധ്യപ്പെടണം. അതിനായി തന്റെ വീടിന്റെ പരിസരത്തുള്ള തന്റെ അച്ഛനേക്കാൾ കൂടുതൽ പ്രായമുള്ള തന്റെ അച്ഛനെ ശരിക്കറിയാവുന്ന 5 പേരുമായി ഞാൻ സംസാരിക്കണം. എന്ത്? തന്റെ അച്ഛന് തന്റെ അമ്മയല്ലാതെ വേറെ ഭാര്യയുണ്ടോ? ആ ബന്ധത്തിൽ മക്കളുണ്ടോ എന്നൊക്കെ. അത്തരം വൃത്തിയോട് കാണിച്ചാൽ താൻ വിവരം അറിയും. അപ്പോ തനിക്ക് പിന്തുടർച്ച അവകാശ സർട്ടിഫിക്കറ്റ് കിട്ടി തന്നെ. വില്ലേജ് ഓഫീസ് വില്ലേജ് ഓഫീസർ കളിക്കുന്നു. അയ്യോ സാറേ, ഞാനൊന്ന് പറയണ്ടത്. ഒരു സർക്കാർ ഓഫീസിൽ വന്ന് മാന്യമായി സംസാരിക്കാൻ അറിയാത്ത ഇയാൾക്ക് പിന്തുടർച്ച സർട്ടിഫിക്കറ്റ് അല്ല ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കില്ല. ആഹാ, അഹങ്കാരി. ഞാനൊന്ന് ഒന്നും പറയണ്ട. പറയണ്ട. അവൻ വലിയ വില്ലേജ് ഓഫീസർ ആയിരിക്കും. അതൊക്കെ ഇതിനകത്ത് 24 മണിക്കൂർ അവൻ ഇതിനകത്തിരിക്കത്തില്ലല്ലോ. പുറത്തേക്ക് വരുമ്പോ കണ്ടോളാന്ന് അവരോട് പറഞ്ഞേക്കും. റോഡ് അവന്റെ തന്തയുടെ ഒക്കെ ഒന്നുമല്ലല്ലോ. ചേട്ടാ, ഈശ്വര സാറേ,